ഇക്കഴിഞ്ഞ ബുധനാഴ്ച രാത്രി 10 മണിക്ക് നെടുമ്പാശ്ശേരിക്കടുത്ത് സംഭവിച്ച റോഡ് റേജ്, അതിൽ 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഷെഫായ ഐവിൻ ജിജോ കൊല്ലപ്പെട്ടു. മുമ്പ് ശോഭ സിറ്റിയിൽ ചന്ദ്രബോസ് എന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ കോടീശ്വരനായ നിഷാം ഓടിച്ച ആഡംബര കാറ് ഇടിപ്പിച്ച് കൊല ചെയ്യപ്പെട്ട സംഭവമാണ് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നത്. ചന്ദ്രബോസിന്റെ മരണത്തിനും ഐവിൻ ജിജോയുടെ മരണത്തിനും താരതമ്യങ്ങൾ ഒരുപാടുണ്ട്. ഐവിൻ ജിജോ റോഡിൽ വെച്ചാണ് കൊല്ലപ്പെടുന്നത്, ചന്ദ്രബോസ് ശോഭ സിറ്റിക്ക് ഉള്ളിലും. ചന്ദ്രബോസിന്റെ മരണത്തിലേക്ക് വരുന്നതിന് മുൻപ് ഐവിൻ ജിജോയുടെ മരണത്തിലെ ആ ക്രൂരത ഒന്ന് മനസ്സിലാക്കണം. 2 ഉദ്യോഗസ്ഥർ, CISF ജവാന്മാർ, നമ്മുടെ വ്യാവസായിക സ്ഥാപനങ്ങളൊക്കെ സംരക്ഷിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരാണ്. കേന്ദ്ര സർക്കാരിന്റെ സംരക്ഷണ സേനാ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥർ. ഒരാളൊരു സബ് ഇൻസ്പെക്ടറാണ്, മോഹൻ കുമാറും കോൺസ്റ്റബിൾ വിനയ് കുമാറും. ഇവർ രണ്ടുപേരും മദ്യപിച്ച് മതോന്മത്തരായി കാർ ഓടിക്കുകയാണ്. അപ്പോഴാണ് ഐവിൻ ജിജോ, ഷെഫ്, അദ്ദേഹവും നെടുമ്പാശ്ശേരിയിൽ വിമാനങ്ങളിലേക്ക് ഫുഡ് കയറ്റി അയക്കുന്ന, യാത്രക്കാർക്ക് ഫുഡ് കയറ്റി അയക്കുന്ന ഒരു കമ്പനിയിലെ ഷെഫാണ്. അദ്ദേഹത്തിന്റെ അമ്മയും അച്ഛനും കൈ വളരുന്നു കാല് വളരുന്നു എന്ന് പറഞ്ഞ് താലോലിച്ച് കൊഞ്ചിച്ച് വളർത്തിയ മകനാണ്. വഴിയാത്രക്കിടയിൽ ബൈക്കിൽ പോയാൽ നായശല്യമുണ്ട് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ അന്ന് കാറിൽ യാത്രയാക്കുന്നത്. എന്നാൽ ആ അമ്മ പൊട്ടിക്കരയുമ്പോൾ നമ്മുടെയൊക്കെയും കണ്ണ് നിറഞ്ഞു പോകും. അങ്ങനെ കാറിൽ പോകുമ്പോൾ ഈ CISF ജവാന്മാർ ഇദ്ദേഹത്തിന്റെ കാറ് ഓവർടേക്ക് ചെയ്യുമ്പോൾ കാറിൽ ഒന്ന് ഉരസുന്നു. സ്വാഭാവികമായും ആരായാലും ഇറങ്ങി ചോദിക്കും, ഇങ്ങനെയാണോ ഓവർടേക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ മദ്യലഹരിയിലായിരുന്ന CISF ജവാന്മാർക്ക് ഊർജം തലയ്ക്ക് കയറി. അവർ സേനാംഗങ്ങൾ കൂടിയാണല്ലോ. അവർ ഈ ചെറുപ്പക്കാരനോട് തർക്കിക്കുകയും കലഹിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ മൊബൈൽ ഫോണിൽ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു. അവർ കാറെടുത്ത് തിരികെ പോകാൻ നോക്കുമ്പോൾ കാറിന് മുന്നിൽ ഈ ചെറുപ്പക്കാരൻ നിലയുറപ്പിച്ചു. എന്നിട്ട് ആരെയോ വിളിച്ച് വിവരം പറഞ്ഞു, ഇവിടെ ഒരു തടസ്സമുണ്ട്, ഇവിടെ ഒരു പ്രശ്നമുണ്ട് എന്ന് തൻ്റെ ഓഫീസിൽ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് വരാൻ ഒരു അല്പം വൈകും എന്ന് വിളിച്ചു പറയുകയും ചെയ്തു. അതൊക്കെ നിർണായക തെളിവുകളാണ് ഈ കേസിൽ. ഈ സമയം CISF ജവാന്മാർ എന്ത് ചെയ്തു? ഇയാളെ ഇടിച്ചു തെറിപ്പിച്ച് കാറ് മുന്നോട്ട് എടുക്കുന്നു. ഇടിച്ചു തെറിപ്പിക്കുമ്പോൾ ആ ആഘാതത്തിൽ ഈ ഐവിൻ ജിജോ ഈ കാറിന്റെ ബോണറ്റിൽ അള്ളിപ്പിടിച്ച് കിടക്കുകയാണ്. ഏകദേശം 1 കിലോമീറ്ററോളം മരണപ്പാച്ചിൽ നടത്തിയ ഇവർ ഈ ചെറുപ്പക്കാരനെ ഒരു കപ്പോളയ്ക്ക് സമീപം, ഒരു ചാപ്പലിന് സമീപം കൊണ്ട് തള്ളിയിടുന്നു. എന്നിട്ട് കാറ് കൊണ്ട് ഇടിച്ച് കൊലപ്പെടുത്തുന്നു. എന്തൊരു ക്രൂരതയാണ്! ഒരു അമ്മയ്ക്കും അച്ഛനും ഏക മകൻ, ഒരു സഹോദരിയുണ്ട്. അപ്പോൾ ആ മകനെ കൊലപാതകം, ക്രൂരമായ കൊലപാതകം. ആദ്യം കരുതി വാഹന അപകടമാണെന്ന്. വാഹന അപകടമാണെങ്കിൽ സ്വന്തം കാറ്, ഐവിന്റെ കാറ് കിടക്കുന്നിടത്ത് നിന്ന് 1 കിലോമീറ്റർ അപ്പുറം മൃതശരീരം കാണുകയില്ലല്ലോ. അപ്പോൾ തന്നെ കേരള പോലീസ് അത്ര മോശക്കാര്. കേരള പോലീസിന് മനസ്സിലായി ഇതിന്റെ പിന്നിൽ എന്തോ സംഭവമുണ്ട്. CCTV പരിശോധിച്ചപ്പോൾ മനസ്സിലായി ഇത് കൊലപാതകമാണ്. ഇത് ചന്ദ്രബോസിന്റെ കൊലപാതകത്തിന് സമാനമായ കൊലപാതകമാണ്. ഈ CISF ജവാന്മാരെ CISFിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. IPS ഉദ്യോഗസ്ഥയായ IG അവർ പറഞ്ഞു, പൊന്നി എന്നാണ് അവരുടെ പേര്, ആർ പൊന്നി, ചെന്നൈയിലാണ് അവരുടെ ഓഫീസർ. അവര് പറഞ്ഞു, ഇത് കേരള പോലീസിന്റെ അന്വേഷണവുമായി CISF എല്ലാ പൂർണ്ണ പിന്തുണയും പൂർണ്ണ സഹകരണവും ഉറപ്പുവരുത്തുമെന്ന് പറഞ്ഞു. ആ മകന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. ആ അമ്മയ്ക്കും അച്ഛനും മകൻ നഷ്ടപ്പെട്ടു. ഈ CISF ജവാന്മാർക്ക് എന്താണ് നഷ്ടപ്പെടാനുള്ളത്? ഒന്നും നഷ്ടപ്പെടാനില്ല. അവർ സസ്പെൻഷനിലായ അവന്മാർക്ക് ഇനി ജോലിയിൽ തിരിച്ചു കയറും. കുറച്ചുനാൾ കേസുമായി ബാധിച്ചു പോകുമായിരിക്കും. ഇനിയിപ്പോൾ അവന്മാരെ കസ്റ്റഡിയിൽ കിട്ടാനുള്ള അപേക്ഷയൊക്കെ കേരള പോലീസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചന്ദ്രബോസ് കൊല്ലപ്പെട്ടിട്ട് കുറച്ച് നാളുകളായി നിഷാമിന് 10-15 ദിവസത്തെ പരോളൊക്കെ ഇപ്പോൾ ലഭിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം ക്രൂരതകൾ നമ്മുടെ നിരത്തുകളിൽ അരങ്ങേറുമ്പോൾ എങ്ങനെയാണ് നമ്മളൊക്കെ വാഹനം എടുത്തുകൊണ്ട് പുറത്തിറങ്ങുന്നത്? ഒന്ന് സ്വസ്ഥമായി ഫുട്പാത്തിലൂടെയെങ്കിലും നടന്നു പോകുന്നത് കണ്ടിട്ടില്ലേ? ഫുട്പാത്തിൽ കിടന്നുറങ്ങിയവരുടെ മേലേക്ക് വാഹനം പാഞ്ഞു കയറി കുറേ പേർ മരിച്ചത്. ഒരു ലോറി പാഞ്ഞു കയറി കുറേ നാടോടി ആളുകൾ കൊല്ലപ്പെട്ട, ചതഞ്ഞരഞ്ഞു പോയ സംഭവമൊക്കെ നമ്മുടെ കൺമുന്നിലില്ലേ? അപ്പോൾ ഇതൊക്കെ വളരെ ക്രൂരമായ സംഭവങ്ങളാണ്. ഇവരൊന്നും ജയിലിടിഞ്ഞാൽ പോലും പുറത്തു വരാത്ത അത്രയും കഠിനമായ ശിക്ഷ ഇവർക്ക് കൊടുക്കാൻ നീതിപീഠങ്ങൾ തയ്യാറാകണം. മകനെ നഷ്ടപ്പെട്ട ആ അച്ഛനമ്മമാരുടെ ദുഃഖത്തിൽ വിസ്മയ ന്യൂസും പങ്കുചേരുന്നു.